ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഞാനൊരു ചെറിയ കേക്ക് സ്റ്റോറി പറയാം. സമയം രാത്രി 11:45 കുറച്ച് ലേറ്റായിട്ട് വന്ന ഓർഡറാണ്. രാവിലെ തന്നിരുന്ന ഒരു ഓർഡർ, പക്ഷേ ഉച്ചയ്ക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്തു എന്നാണ് കരുതിയത്. പക്ഷേ അവർ വീണ്ടും കോൺടാക്ട് ചെയ്തിട്ട് നാളേക്ക് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രാത്രി ബേക്ക് ചെയ്യാൻ വേണ്ടുന്നു. അവർ ഓർഡർ തന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു. തിരിച്ച് വന്ന് ബേക്ക് ചെയ്ത് കിട്ടിയപ്പോഴേക്ക് സമയം 11:45. പിന്നെ അത് ഫ്രോസ്റ്റ് ചെയ്തിട്ട് കിടക്കാമെന്ന് കരുതി. അങ്ങനെ ചൂടൊക്കെ ആറി ലെയർ ചെയ്ത് വെച്ചു കേക്കിന്. പിന്നെ നോർമൽ ഷുഗർ സിറപ്പാണ് ആഡ് ചെയ്യുന്നത്. സ്പാനിഷ് ഡിലൈറ്റ് ആണ് കേക്ക്. അപ്പോൾ ക്രീമിലെസ് ഗനാഷിലാണ് ഞാൻ ബൂസ്റ്റും കോഫി പൗഡറൊക്കെ ആഡ് ചെയ്തത്. പിന്നെ അത്യാവശ്യം ഫില്ലിങ്സ് ചോക്കനട്ട്സും അതുപോലെ പ്രളയനും ആഡ് ചെയ്തു. എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരാളോട് പ്രിഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ കേക്ക് തന്നെയാണ് പ്രിഫർ ചെയ്യുക. എനിക്കിഷ്ടമുള്ള കേക്കാണ്. ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഓപ്ഷൻ തന്നെയാണ്. നല്ല ഫില്ലിങ്സും അതുപോലെ നല്ല മധുരമുള്ളൊരു കേക്ക് തന്നെയാണ്. അപ്പോൾ ഇവർ ആദ്യമായിട്ടാണ് തോന്നുന്നു ഈ കേക്ക് ഓർഡർ ചെയ്യുന്നത്. അധികം ബട്ടർ സ്കോച്ച് തന്നെയാണ് ഓർഡർ ചെയ്യുക. അവർക്ക് അതാണ് പേഴ്സണലി ഇത് ഇഷ്ടം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്ത് ഞാൻ ഫ്രീസറിലേക്ക് വെച്ചു. പിന്നെ ഞാൻ എടുത്ത് അതിൻ്റെ ഫൈനൽ കോട്ട് ചെയ്ത് അവർ പറഞ്ഞ ഡിസൈനിലേക്ക് ആക്കി. സ്പാനിഷ് ഡിലൈറ്റിൻ്റെ നോർമൽ ഡിസൈൻ ആണെങ്കിൽ മുകളിൽ ചോക്ലേറ്റ് ഗനാഷ് വരും. ഇതിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിൽ ചെറിയ ഡ്രോയിങ് വരുന്നുണ്ട്. നല്ല ടെൻഷനാണ് ഡ്രോയിങ് വരുമ്പോൾ. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ചെയ്യാറുള്ളത്. അവർ തന്നതിൻ്റെ ഓൾമോസ്റ്റ് എനിക്ക് അതുപോലെ ആക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ റെഫറൻസ് ഇതിൽ കൊടുക്കുക. എത്രത്തോളം അതുപോലെ ആക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇത് ഓർഡർ തന്നിട്ടുള്ളത് ഇക്കാൻ്റെ ഫ്രണ്ടാണ്. ഇക്കാൻ്റെ ഫ്രണ്ടും അതുപോലെ വൈഫ് ഇപ്പോൾ എൻ്റെയും കൂടി ഫ്രണ്ടാണ്. നല്ല ഫാമിലിയാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. അവരോട് സംസാരിച്ച സമയം പോകുന്ന അറിയേയില്ല. അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ടാണ്. ആൾ പ്രഗ്നൻ്റ് ആയപ്പോൾ ഹസ്ബൻഡ് സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്ന ഒരു കേക്കാണ്. അതുകൊണ്ട് തന്നെ എനിക്കും ഇത് ചെയ്യുമ്പോൾ വളരെ സന്തോഷമായിരുന്നു. നോർമലായിട്ട് ഹാപ്പി ബർത്ത്ഡേയോ ആനിവേഴ്സറിയും പോലെയല്ല, ഇതൊരു സ്പെഷ്യൽ മൂമെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ വെയിറ്റൊക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ നോക്കുമ്പോൾ എന്തായാലും ½ kg പറഞ്ഞാൽ കുറച്ച് കൂടുതലുണ്ടാകും. അത് എൻ്റെ ഒരു സമാധാനത്തിന് ചെക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് അത് സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ഇതായിരുന്നു മോഡൽ, ഇതായിരുന്നു ഞാൻ ചെയ്തത്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.